അപ്പൊ അങ്ങനെ ഞാൻ രാവിലെ ജിമ്മിൽ പോകുന്ന വഴിയിലാണ് ഒരു വീൽ ചെയറിലുള്ള ഒരാളെ കാണുന്നത്. അപ്പൊ അയാൾ നമ്മൾ സാധാരണ വീൽ ചെയറിലുള്ള ആളെ പോലെ ഒരാളായിരുന്നു. അയാൾ ഭയങ്കര പ്ലസന്റ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാൻസം ആയിരുന്നു, ഭയങ്കര സോഷ്യൽ ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ റെഗുലർലി എല്ലാ ദിവസവും കാണാൻ തുടങ്ങി. ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് തന്നെയാണ് പുള്ളി കൂടുതൽ ജോലിക്ക് പോകുന്നത്. അല്ലെ, ചലഞ്ചസിനേക്കാൾ അത് കുറെ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ഒരു ഒട്ടും അൺസങ് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുള്ള ഉദ്ദേശം. തീം കണ്ടെത്താന്നുള്ളതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. ചിന്തിച്ചതിൽ നമുക്ക് ചലഞ്ചുണ്ടായ ഒരു കാര്യം. അത് ഒരു ഫ്ലോയില് ഒരു സോങ് ചെയ്തു ഞങ്ങൾ. അതിന് മുമ്പ് ഒത്തിരി ഇതിന് തീമുകൾ വെക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഇത് സംഭവിച്ചു പോയി. ഇത് പാടാൻ വേണ്ടിട്ടാണ് ഇടയ്ക്കൊക്കെ ക്യാമറ കട്ടായപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ പാടില്ല. എന്നിട്ടും ഈ നിർബന്ധവും തിരിച്ചു നിർബന്ധിപ്പിക്കലും. ഹായ് എവ്രിവൺ, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജയ് ഗണേഷ് എന്ന മൂവിയുടെ ഡയറക്ടറും എഡിറ്ററും മ്യൂസിക് ഡയറക്ടറും ആണ്. അതെ, വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഒരു 3 സ്ട്രോങ് പില്ലേഴ്സിനെ, ജയ് ഗണേഷിന്റെ സ്ട്രോങ് ആ ഒരു ബാക്ക് എന്താ പറയാ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിനെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടി ഇത്രയും തിരക്കേറിയ സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഹൗ ആർ യു? എങ്ങനെ പോകുന്ന വിശേഷങ്ങൾ? ഒരു എന്താ പറയാ വിഷുവൊക്കെയായിട്ട് നമ്മുടെ മൂവിയൊക്കെ ഇറങ്ങാൻ പോവാണ്. എങ്ങനെ ഇരിക്കുന്നു എല്ലാം? അതിപ്പോ ഇതുവരെ ഗുഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം, ഈ മൂവിയുടെ ഡയറക്ഷൻ മാത്രല്ല കഥയും സാറിനാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈനിലേക്ക് എത്തിയത്? അത് നമ്മളോട് ഷെയർ ചെയ്യാവോ? നീണ്ട കഥയാണ്. നീണ്ട ഞാൻ ഒരുപാട് നാൾ മുമ്പ് ആലോചിച്ചൊരു കഥയാണ്. അപ്പൊ അന്നൊരു വീൽ ചെയർ ബൗണ്ട് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നില്ല. അപ്പൊ എനിക്ക് അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നീട് ഈ വീൽ ചെയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നപ്പോൾ അത് നമുക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നി. കാരണം സെയിം സ്ക്രിപ്റ്റ് ആ സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒരാൾ ആക്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെയാണ് ആ കഥയിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോ ഞാൻ സാറിനോട് ഞാൻ ചോദിക്കുന്നത്, 4 years എന്ന് പറഞ്ഞ മൂവി കഴിഞ്ഞിട്ട് 2 വർഷം എടുത്തു. അപ്പൊ ഈ ഒരു 2 വർഷം 1 വർഷം 2022 അപ്പം ഈ ഒരു മൂവിയിലേക്ക് സാർ പറഞ്ഞ മുന്നേ ഉള്ള ഒരു മൈൻഡിലുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ അത് അത്രയും ഒരു ഇതായിട്ട് തോന്നിയില്ല, ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോ അത് എങ്ങനെയാണ് അത് വീണ്ടും സാറിന്റെ മൈൻഡിലേക്ക് വന്നത്? ഓക്കെ, ഇതിന് നമുക്കൊരു വലിയൊരു ഇതിലേക്ക് എടുക്കാം, ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് ഒരു ഇത് വന്നത്? അത് പറഞ്ഞേ, അപ്പം ഈ സ്ക്രിപ്റ്റിന് ഇത് നല്ലൊരു കമേഴ്ഷ്യൽ സിനിമയാകാൻ ചാൻസ് ഉണ്ട് തോന്നിയിരുന്നു. പക്ഷെ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യാനും നമുക്കൊരു മോട്ടിവേഷനും ഒക്കെ വേണം, എന്നെ സംബന്ധിച്ച്. അപ്പൊ അതായിരുന്നു ലാക്കിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ രാവിലെ ജിമ്മിൽ പോകുന്ന വഴിയിലാണ് ഒരു വീൽ ചെയറിലുള്ള ഒരാളെ കാണുന്നത്. അയാൾ നമ്മൾ സാധാരണ വീൽ ചെയറിലുള്ള ആളെ പോലെ ഒരാളായിരുന്നു. അയാൾ ഭയങ്കര പ്ലസന്റ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാൻസം ആയിരുന്നു, ഭയങ്കര സോഷ്യൽ ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ റെഗുലർലി എല്ലാ ദിവസവും കാണാൻ തുടങ്ങി. ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് തന്നെയാണ് പുള്ളി കൂടുതൽ ജോലിക്ക് പോകുന്നത്. അപ്പൊ അതാണ് എന്റെ തുടക്കം. അപ്പൊ പിന്നെ അങ്ങനെ ഒരാളെ ഇതിൽ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നിയപ്പോ അത് ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. നമുക്ക് ചെയ്യാനും ചിന്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ പിന്നെ അതൊരു എക്സൈറ്റിംഗ് ആയിരിക്കും, ചലഞ്ചിങ് ആയിരിക്കും എന്ന് ചോദിച്ചിട്ടാണ് അവരോട് ഞാൻ സംസാരിച്ചിട്ട് വരില്ല. ഞാൻ റോട്ടിൽ വെച്ച് കാറിൽ പോകുമ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. അതെ, കാരണം നമുക്ക് അങ്ങനെ വീൽ ചെയറിൽ അങ്ങനെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഉള്ള ആൾക്കാരെ അധികം ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഇയാൾ അദ്ദേഹത്തോട് സംസാരിച്ചില്ലെങ്കിലും കാണുമ്പോൾ ആൾ അങ്ങനെയാണ്. അതിനാണ് വിധി എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഇരിക്കില്ലായിരുന്നു. അപ്പോ
ഇപ്പൊ സംഗീതം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല, അമൽ ഡേവിസ് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അപ്പൊ എനിക്ക് അമൽ ഡേവിസ് എന്ന് വിളിക്കുന്ന സംഗീതം എന്ന് വിളിക്കുന്ന ഒരു കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ സംഗീതം ചോദിക്കാൻ വന്നത്, ഇപ്പൊ ഈ അടുത്ത് തന്നെ പ്രേമലു എന്ന് പറഞ്ഞ മൂവി ഇപ്പൊ 100 crore ക്ലബും എല്ലാം കടന്ന് ഭയങ്കര ഹിറ്റായി നിൽക്കണം. അത് കഴിഞ്ഞ പിറകെ ഒരു മൂവി എഡിറ്റ് ചെയ്തിട്ട് വരുവാണ്. അപ്പൊ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നോ ഒരു എഡിറ്റർ എന്ന നിലയില്? അതും പ്രേമലുവുമായിട്ട് ചാലഞ്ചിങ് ഒന്നുമല്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഹിറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു എഡിറ്റർ എന്നൊരു പൊസിഷനിലോട്ട് വന്നിട്ട് നിൽക്കുന്നത്. അല്ലെ, ചലഞ്ചസിനേക്കാൾ അത് കുറെ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ഒരു ഒട്ടും അൺസങ് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുള്ള ഉദ്ദേശം. സ്മൂത്ത് ആയിരുന്നോ എഡിറ്റ്? സ്മൂത്ത് ആയിരുന്നു എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ഡയലോഗ് അപ്പൊ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ നമ്മൾക്ക് എല്ലാം നമ്മളൊരു കോർഡിനേറ്റ് ചെയ്ത ഒരു സമയത്തിനൊക്കെയാണ് വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ പ്രേമലുവിന്റെ റിലീസിനൊക്കെ കുറച്ച് ദിവസങ്ങൾ മുമ്പായിരുന്നു ഞങ്ങൾ ഫൈനൽ കട്ടൊക്കെ ഏകദേശം തീർന്നത്. എന്റെ ജോലിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കഴിഞ്ഞത്. പിന്നെയും ഉണ്ട് ഒരുപാട്. എന്നാലും ഒരു മെയിൻ സംഭവം കഴിഞ്ഞിട്ട് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടിയത്. പക്ഷെ എന്നിട്ടും പ്രേമലുവിന്റെ റിലീസിന്റെ അന്ന് രാവിലെ പോലും ഈ പറഞ്ഞ റിലീസ് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ തൃശ്ശൂരൊക്കെ തിയേറ്റർ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചന്ന് വെളുപ്പിന് 5 മണിക്ക് വന്നിട്ട് ഞാൻ സിനിമാറ്റോഗ്രാഫർ ആയിട്ട് ഒരു സെഷൻ ഇങ്ങനെ ചുമ്മായിരുന്നു. സാറായിട്ട് അതിന് മുമ്പ് ഓൾറെഡി ഇരുന്ന് നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ നമ്മളൊരു 4 ദിവസം എനിക്കൊരു അവധി, ഞാൻ അതിന്റെ പ്രൊമോഷൻ പരിപാടിയൊക്കെ തീർത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അന്നത്തെ ദിവസം എനിക്ക് വിളി വന്നിരുന്നു. അങ്ങനെ വിളി വന്ന് നമ്മൾ പിറ്റേ ദിവസം പോയി. പിറ്റേ ദിവസം എനിക്ക് കോട്ടയത്തോ ഏതോ ദൂരെയൊക്കെ പോകാനുണ്ട്. അപ്പൊ ഈ ചെറിയ സമയത്തൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വലിയ കഷ്ടപ്പാടുകളൊന്നുമില്ല, അതിലും വലിയ കഷ്ടപ്പാടുകൾ വേറെ നടക്കുന്നുണ്ട്. ഈ പ്രേമലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇത് മാത്രം കണക്ഷൻ, അതുകൊണ്ട് പറഞ്ഞു മാത്രം. അപ്പൊ ഈ എഡിറ്റർ എന്ന നിലയിൽ ഈ എന്തൊക്കെ ഒരു ഡിഫറൻസ് ആണ്? ആക്ടറും എഡിറ്ററും രണ്ട് മേഖലയാണല്ലോ. അപ്പൊ എന്താണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തോന്നിയത് എഡിറ്റർ എന്ന നിലയിൽ? ഡിഫറൻസ് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു മുറിയിലോ ഒരു സ്പേസിലോ ഒക്കെ ഇരുന്ന് നമ്മൾക്ക് ഏറ്റവും കോൺഫിഡന്റ്, എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കോൺഫിഡന്റോടുകൂടിയും ഏറ്റവും ഇഷ്ടത്തോടുകൂടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോ എത്ര പേര് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നൊന്നും അറിയില്ല. ഇപ്പൊ പോലും നിങ്ങൾ അമൽ ഡേവിസ് ആയതുകൊണ്ടാണ് ഇതറിയുന്നത് ഞാനാണ് എഡിറ്റർ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ എത്രത്തോളം അറിയുന്ന എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ ആക്ടിങ് നേരെ തിരിച്ചാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇൻസെക്യൂർ ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും ഈ പാടുവിട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ വലിയൊരു വിഭാഗം ആളുകളുടെ ഇഷ്ടം നമുക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരവസ്ഥ ഈ രണ്ടും ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും ടേക്ക് അവേസും അല്ലെങ്കിൽ നമ്മുടെ എഫേർട്സും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഈ 4 years എന്നുള്ള മൂവിന്റെ എഡിറ്ററും സെയിം ടീമാണ്. അപ്പം ഈ 4 years അന്നേ പ്രേമലു എന്നുള്ള മൂവിയില് ഉണ്ടായിരുന്നില്ല. ഇല്ല അഭിനയിച്ചില്ല, വേറെ പടം വരാനുണ്ട്. അതെ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഞാനൊരു അതാണ് ഒരു വഴിപോക്കനായിട്ട് അതെ അകത്തോട്ട് കയറി പോകുന്നു, ഫേസ് കാണിക്കുന്നത്. അപ്പം ആ 4 years പുള്ളി ഒരു എഡിറ്റർ മാത്രമായിരുന്നു, ലൈക്ക് വേറെ മൂവീസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പക്ഷെ ഈ പ്രേമലുവിന്റെ ഒരു ഹ്യൂജ് സക്സസിന് ശേഷം ജയ്ഗണേശിന്റെ എഡിറ്റർ, ഇപ്പം പുള്ളി പ്രേമലുവിന്റെ പ്രൊമോഷൻസിന് പോകുന്ന ടൈമിൽ തന്നെ എഡിറ്റിംഗ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഉറപ്പുളച്ചൊക്കെ അപ്പൊ അതിൽ നിന്ന് ആ 4 years ഒരു എഡിറ്റർ മാത്രമായിട്ട് ഇപ്പൊ ഒരു ആക്ടറും കൂടി ആവുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള പുള്ളിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ആക്ടറാക്കാൻ തീരുമാനിച്ചിട്ടില്ല പുള്ളി. ഇതിലല്ലോ. ഞാൻ ശരിക്കും ഇവനെ ആദ്യം കാണുന്നത് സണ്ണി എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അപ്പൊ ഇവന്റെ എനിക്ക് ഏറ്റവും താല്പര്യം എന്ന് പറയുന്നത്, ഒന്നാമത് ഞാൻ സ്പോട്ട് എഡിറ്റിംഗ് ഒരിക്കലും നോക്കില്ല. ഞാൻ എല്ലാം ഓക്കെ അല്ലേ, ഓക്കെ ഞാൻ പിന്നെ എഡിറ്റിംഗ് ഇരുന്നോളാം എന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് ഇഷ്ടമല്ല സ്പോട്ട് എഡിറ്റിംഗ്. അപ്പൊ ഇവന്റെ കൂടെയാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് ഇത് അടിപൊളി മ്യൂസിക് സെൻസ് ആണ്. അപ്പൊ ഇവനൊരു സീൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ സ്പോട്ട് ചെയ്യുമ്പോൾ തന്നെ റെഫറൻസ് മ്യൂസിക് ഇസ് ഗുഡ്. അപ്പൊ അത് തന്നെ നമുക്ക് റെഫറൻസ് മ്യൂസിക് കൊടുക്കാം. അപ്പൊ മ്യൂസിക് സെൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അപ്പോൾ ഹൃദയത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രണവ് മോഹൻലാൽ വില്ലനായിട്ട് കിട്ടിയിരുന്നു. കണ്ടിട്ടില്ല. ഹൃദയം ഇറങ്ങിയിട്ടില്ല. അങ്ങനെ വിവരം ഉള്ളപ്പോഴാണ് ചെയ്തത്. അപ്പൊ ഞാൻ ആ സമയത്ത് ഇവരെ കാണുമ്പോൾ എനിക്ക് ഇർഫാൻ ഖാന്റെ ചായ ഇങ്ങനെ തോന്നുന്നു, തോന്നാറുണ്ട്. ഞാൻ ഇർഫാൻ എന്നൊക്കെ വിളിക്കാറുണ്ട് തമാശദാസിനെ. അപ്പം 4 years ഇവന് എഡിറ്റർ ആക്കാനുള്ള മെയിൻ കാരണം ഇവന് മ്യൂസിക് സെൻസ്. അതുപോലെ മ്യൂസിക്കലായിട്ടുള്ള ഫിലിമാണ്.
ഈ ഫിലിം എന്ന് പറഞ്ഞാൽ ഇത് പ്രേമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് വെറുതെ വായിക്കാൻ കൊടുത്തത്. വേറെ എഡിറ്ററൊക്കെ ആലോചിച്ച് നോക്കിയാണ്. അപ്പൊ പിന്നെ അത് പലതും വർക്കൗട്ട് ആവുന്ന സമയത്ത് പുള്ളി സ്ക്രിപ്റ്റ് വായിച്ച് ഭയങ്കര കുറെ നല്ല സജഷൻസ് വന്നു. അപ്പോഴാണ് എനിക്ക് ഇവന് കല്യാണമാണ് സാർ. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണമൊക്കെ ഇല്ല, എനിക്കൊരു ദിവസം മതി, എനിക്ക് വിഷയമേ ഇല്ല, ഫുൾ ടൈം ഉണ്ടാവും. നവംബർ 11, 25 മാത്രം എനിക്ക് അവധി കറക്റ്റ് ഷൂട്ടിംഗ് തുടങ്ങി. അങ്ങനെ അത് വന്നു. പിന്നെ അതങ്ങനെ പോയി. പിന്നെ ഇപ്പം പ്രേമലു ഞാൻ പറഞ്ഞില്ലേ, പ്രേമലു കഴിഞ്ഞപ്പോഴേക്കും എഡിറ്റിംഗ് കഴിഞ്ഞിരുന്നു ഏകദേശം. പിന്നെ എന്തൊക്കെ സംഭവിച്ചത് ഞാൻ അറിയാനിരിക്കുന്നേ. അപ്പൊ നമ്മുടെ എനിക്ക് അമൽ ഡേവിസിനെ സംഗീതിന്റെ ആസ് ആൻ എഡിറ്റർ ഓർ ആക്ടർ ഏതാണ് സാറിന് കുറച്ചും കൂടെ കൂടുതലായിട്ട്? ആസ് ആൻ ആക്ടർ ഞാനിങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല, അതെനിക്കറിയില്ല. ഇപ്പൊ നമ്മളിതൊരു കണ്ടതിൽ വെച്ചിട്ട് he has to prove ആക്ടർ കേട്ടോളൂ. ഇപ്പം ഇവര് പെട്ടെന്ന് ഒരു ഹീറോന്റെ പ്രേമം സത്യമാക്കുന്ന ഫ്രണ്ടായിട്ട് ഓക്കെ 10 സിനിമയിൽ അഭിനയിക്കണം. അതല്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അഭിനയിച്ച് പ്രൂവ് ചെയ്യണം. ബട്ട് ആസ് എൻ എഡിറ്റർ ഇവന്റെ നല്ലൊരു സ്കിൽ ഓൺ ഡിസ്പ്ലേ ആണ് ജയ് ഗണേഷ് എനിക്ക് മോർ ദാൻ 4 years ഒക്കെ. കുറച്ചുകൂടി ഇൻ വൺ സെൻസ് ഇതൊരു എഡിറ്ററുടെ ഫിലിമാണ്, ഇൻ അതർ സെൻസ് ഇതൊരു മ്യൂസിക് ഡയറക്ടറുടെ ഫിലിമാണ്, ഇൻ അതർ സെൻസ് ഇതൊരു സിനിമാറ്റോഗ്രാഫറുടെ ഫിലിമാണ്, ഇൻ അതർ സെൻസ് ഇത് സൗണ്ട് ഡിസൈനേഴ്സ് ഫിലിം, അതർ സെൻസ് ഇസ് ആൻ ആക്ടേഴ്സ് ഫിലിം. അപ്പം ഇത് ഞാൻ ശരിക്കും പറഞ്ഞതാണ്. അല്ല, എവറിഥിങ് ഈസ് ഇക്വലി ഇമ്പോർട്ടന്റ് അല്ല. ഇവരെല്ലാവരും അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തു. അതാണ്, അത് കോൺട്രിബ്യൂഷൻ ആവശ്യമുള്ള ഒരു സിനിമയായിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. അതെ, അവിടെ ആ ഒരു ഈ പ്ലേസ്മെന്റ്സിലെല്ലാം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ടാലന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് ആൾക്കാർ ടാലന്റ് ഐ വിൽ ഓൾവേസ് പ്രിഫർ എ ഹാർഡ് വർക്കിംഗ് ഗൈ ടു എ ടാലന്റഡ് ഗൈ. ഒരു ടാലന്റഡ് ഗൈ അത് 100% ഇടാത്ത ഒരാൾ, അത്ര ടാലന്റ് ഇല്ലാത്ത എന്നാൽ 20% ഇടുന്ന ഒരാളെ ഞാൻ പ്രിഫർ ചെയ്യണം. രണ്ടും എനിക്ക് രണ്ടും വലിയ വ്യത്യാസം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് ഇതെല്ലാം വേണ്ട ഒരു സിനിമയായിരുന്നു. അത് എഡിറ്റഡ് സിനിമ സിനിമയാണിത്. കാരണം അങ്ങനത്തെ ഒരു മൾട്ടിനിയർ നരേറ്റീവ് ഒക്കെ ഉള്ള സിനിമ. മ്യൂസിക് ഡയറക്ടർ സിനിമയാണെന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടർ സിനിമയാണിത്. കാരണം അത് ആരെങ്കിലും ഒരു മ്യൂസിക്കൽ സ്കോർ ഒക്കെ വന്നാലേ സിനിമ വർക്കൗട്ട്. സിനിമോട്ടോഗ്രാഫറുടെ സിനിമ എന്ന് പറഞ്ഞാൽ ആണ്. അപ്പം അത് അത്രയും കോൺട്രിബ്യൂഷൻ ഉണ്ട് ആ സിനിമയിൽ. ആക്ടറുടെ ഡെഫിനറ്റ്ലി അത് വിസിബിൾ ആണ്, ഇവൻ പറഞ്ഞ പോലെ കാണാം, മറ്റത് കാണില്ല. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ് ഈ സൗണ്ട് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ തപസ്സാണ് ഇത്, തപസ്സിന്റെ സിനിമയാണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓഡിയൻസിനെ അറിയണം. അപ്പൊ അത് ബേസിക്കലി എല്ലാവരും ഇവിടെയും ഒരു കോൺട്രിബ്യൂഷൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ നേരത്തെ സാർ പറഞ്ഞല്ലോ ഈ കഥ എഴുതുമ്പോ അങ്ങനെ ലൈക്ക് വീൽ ചെയറിൽ ഒരാളെ കണ്ടു അങ്ങനെ എഴുതിയതാന്നൊക്കെ. അപ്പൊ ആ കഥ എഴുതുമ്പോ തന്നെ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിന് ആക്ടാണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞൊരു ആക്ടറിന് മനസ്സിലുണ്ടായിരുന്നോ? ഇങ്ങനെ കണ്ടിട്ട് തന്നെയാണ് എഴുതിയത്? ഞാൻ പറഞ്ഞ കഥ ഓൾറെഡി എഴുതിയിരുന്നു. പിന്നീട് ഞാൻ ഈ ഹീറോ എന്ന് പറഞ്ഞ ആളെ വീൽ ചെയറിലാക്കി. അങ്ങനെയാണ് സംഭവിച്ചത്. അത് ഉണ്ണിയിലോട്ട് ബേസിക്കലി വരാൻ കാരണം ഞാൻ ഈ കണ്ട ആള് ഭയങ്കര ഹാൻസം ആയിരുന്നു. ഒരു താടിയൊക്കെ വെച്ച് മുടിയൊക്കെ വെച്ച് വീൽ ചെയറിൽ കണ്ടത്. ഉണ്ണിയുടെ ഒരു ചായ ഉണ്ടായിരുന്നു എവിടെയോ, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഉണ്ണിയുടെ ബേസിക് ആശയങ്ങൾ കാരണം അയാളുടെ ഫിസിക് ബിക്കോസ് ഭയങ്കര എനിക്ക് മലയാളത്തിന്റെ ഏറ്റവും പവർഫുൾ ഹാൻഡ്സ് ഉള്ള ഒരാള് ഉണ്ണിയാണ്. ഇപ്പം നമ്മളിങ്ങനെ 5 കൊല്ലം കൊണ്ട് ജിമ്മിൽ പോയാലും അങ്ങനെ ഒരു ഉണ്ടാവില്ല. ഇയാൾ 5 വയസ്സൊക്കെ തുടങ്ങിയത് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതില്ലെങ്കിൽ ഇതിലത്തെ പല സീക്വൻസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മളൊരു വീൽ ചെയറിലൊക്കെ ചേസ് ഒക്കെ സിംഗിൾ ഷോട്ട് ഒക്കെ ഉണ്ട്. വേറെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബേസിക് ഇതാണ്. ഞാൻ വെറുതെ വിരിച്ചത് ഉരുട്ടി നോക്കിയപ്പോ എനിക്ക് തന്നെ ഭയങ്കര പാടായി. വെറുതെ വിറ്റാൽ തന്നെ പാടാം. അപ്പോഴാണ് നമ്മളിത് ചേസിന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്ന വിചാരിച്ചിട്ടാണ് ആദ്യം സംസാരിച്ചത്. പിന്നെ ഞങ്ങൾ നമ്മൾ സിനിമ ഉണ്ടായി, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ശങ്കർ ശർമ്മ. എന്തുകൊണ്ടാണ് ശങ്കർ ശർമ്മ? ശങ്കറിനോട് ചോദിക്കും. ശങ്കർ എന്നോട് ആദ്യം ചെയ്ത് സണ്ണി എന്ന് പറഞ്ഞ സിനിമയാണ്. സണ്ണിയുടെ മ്യൂസിക് സ്കോർ ഇസ് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് ഞാൻ പറയാം. അതിൽ പലർക്കും അറിയില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റീലൊക്കെ സണ്ണിയുടെ ട്രാക്കാണ്. അത് ഇനി ദൂരം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ട്രാവലിന്റെ കൂടെ വരുന്നത് അതിലുള്ള. അപ്പം അത് കമ്പോസ് ചെയ്ത ആളാണ് ശങ്കർ. അത് ഞങ്ങൾ 4 years ചെയ്തു. 4 years ആ സിനിമയ്ക്ക് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ആയിരുന്നു.
ജയഗണേഷിൽ വരുമ്പോ ഈ രണ്ടുപേരുടെയും കംഫർട്ട് സോൺ അല്ല ജയഗണേഷ്. ഇപ്പൊ ശങ്കറിന് കുറച്ചും കൂടെ സണ്ണി പോലത്തെയും 4 years പോലത്തെ സിനിമയാണ് ആൾക്ക്. അയാളുടെ ഒരു സ്ലോ ആയിട്ട് സ്ലോ ആയിട്ടുള്ളതല്ല, കുറച്ചുകൂടി മെലോഡിയസ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സാധനം. ഇതിനങ്ങനെ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു, എന്നാലും എനിക്ക് അറിയില്ല. അല്ല, അങ്ങനെ ജയഗണേഷ് പോലത്തെ പടങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം സംഗീത വരാൻ കാരണം സംഗീത സ്ക്രിപ്റ്റ് വായിച്ച് പറഞ്ഞ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പൊ എനിക്ക് എപ്പോഴും സ്ക്രിപ്റ്റില് എനിക്കിഷ്ടം ഒരാളെ സ്ക്രിപ്റ്റിന്റെ കുഴപ്പങ്ങൾ പറയുന്ന ഒരാളെ സ്ക്രിപ്റ്റ് വെച്ച് ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്ക് ഒന്നും വന്നിട്ട് ചെയ്യാനില്ല. അതുകൊണ്ട് കുറെ കുഴപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയ വർക്ക് ചെയ്ത് എങ്ങനെ ബെറ്ററായി. ആ രീതിയിൽ ഇതിന്റെ ഭയങ്കര കോൺട്രിബ്യൂഷൻ ഉണ്ട് പല രീതിയിൽ ഈ സ്ക്രീൻ പ്ലേ എഡിറ്റിംഗിലും. ശങ്കറും ബേസിക്കലി ഞങ്ങള് തമ്മിലൊരു സൗഹൃദം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ഈ 4 years കഴിഞ്ഞതിന് മുമ്പ് കുറെ സിനിമകൾ ആലോചിക്കുമ്പോൾ അതിന്റെ പല തീംസ് ഒക്കെ ശങ്കറാണ് ചെയ്തുകൊണ്ടിരുന്നത്, ജസ്റ്റ് റെഫറൻസിന് വേണ്ടി. അപ്പൊ എനിക്ക് അറിയാമായിരുന്നു ഇവനിലൊരു ഒരു ഒരു വലിയൊരു മാസ് ഫിലിം ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ശങ്കർ സ്കോർ ഞാൻ ചെയ്ത് കേട്ടിട്ടുണ്ട്. അപ്പം then you have to take leap of faith എന്ന് പറയുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ശങ്കറൊക്കെ ഒരു 3-4 മാസത്തോളം ഒരു റൂമിൽ അടയിരുന്നു പുറത്തിറങ്ങാതെ. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാന്ന് പറയുന്നത്. അത് ലൈഫിൽ നമുക്ക് വേറെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ആ ഒരാളെയൊന്നും എനിക്ക് ആവശ്യം. അപ്പൊ he was dedicated, he was talented and he had the stuff. ഓക്കെ, ഫൈൻ. അപ്പം ഇപ്പൊ പറഞ്ഞല്ലോ വളരെ കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെലഡി അങ്ങനത്തെ ട്രാക്ക് ഒക്കെ ആയിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞ 4 മാസം അതിനു വേണ്ടി എവിടെ ഇരുന്നു. അപ്പൊ എന്താണ് ബ്രേക്ക് ചെയ്തത്? ലൈക്ക് ആ ഒരു ഇമോഷണലി അല്ലെങ്കിൽ ആ ഒരു മെലഡി എന്നുള്ള ആ ഒരു ജോണറിൽ നിന്ന് ഇപ്പൊ ജയ് ഗണേഷ് എന്നുള്ള ഇതൊരു മാസ് ഫിലിം ആണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മാസ് ആ രീതിയിലല്ല, തിയേറ്ററിൽ വന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. മാസ് പറഞ്ഞ പല അർത്ഥമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാസ് ഇങ്ങനെ തിയേറ്റർ വാച്ച്. യെസ്. അപ്പൊ അതിലേക്ക് വരുമ്പോ എന്തൊക്കെയായിരുന്നു നേരിട്ട ചാലഞ്ചസ്? അപ്പം അതിലേക്ക് ഒരു മ്യൂസിക് കൊടുക്കുമ്പോ എന്താണ് ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ നേരിട്ട ചാലഞ്ചസ് എന്താണ് ബ്രേക്ക് ചെയ്യേണ്ടിരുന്നത് ഇൻ യുവർ ലൈക്ക് വേ ഓഫ് സെയിം ഒരു ജോണർ? ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒപ്പം പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ അവരോട് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഫിലിംസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഇതിനൊരു തീം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. അതായത് ചിന്തിച്ചതിൽ നമുക്ക് ചലഞ്ച് ഉണ്ടായ ഒരു കാര്യം. അത് ഒരു ഫ്ലോയില് ഒരു സോങ് ചെയ്തു ഞങ്ങൾ. അതിന് മുമ്പ് ഒത്തിരി ഇതിന് തീമുകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഇത് സംഭവിച്ചു പോയി. അല്ലാതെ എനിക്ക് ചലഞ്ചിങ് ആയിട്ട് ആക്ച്വലി സംഗീതം സാറും നല്ലോണം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. രാജ സ്കൂളിലായാലും ബാക്കി എല്ലാ പരിപാടിയിലായാലും. അപ്പൊ അല്ലാണ്ട് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയിട്ട് അവസാനം കണ്ടത് ഇങ്ങനെ ചെയ്തു. ഞാൻ ആലോചിച്ച് 3 ദിവസം എന്റെ ഉറക്കല്ലോ പക്ഷെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് എല്ലാ സ്ക്രീനിൽ ഈ പറഞ്ഞ പോലെ എന്താ അറിയോ, ഇപ്പം ജയഗണേഷിന്റെ സ്കോർ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ശങ്കറിന്റെ ആണ്. അതിന്റെ എഡിറ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സംഗീതത്തിന്റെ. അതങ്ങനെയാണ്. അതിപ്പം നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇൻസ്പയർ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് സംവിധായകന്റെ ജോലി എന്താ? സത്യത്തിൽ ഒരു സിനിമയിൽ ഒരു പണിയില്ലാത്ത ഒരാളുടെ സംവിധായകൻ യഥാർത്ഥത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടില്ല. ഒരു സെറ്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നു, എല്ലാവരും ഓടി നടക്കുന്നു. ഈ ഓടി നടക്കുന്നവരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുക, കോർഡിനേഷൻ. ഇത് ബേസിക്കലി ഒരു സംവിധായകന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഓർഗൻ ഇന്ത്യയിൽ ശരിയാണ്. അപ്പൊ ഒരാൾ പറയുന്നത് കേൾക്കുക, എന്നിട്ട് അയാളെ വേദനിപ്പിക്കാതെ അതിന് മറുപടി പറയാൻ പറ്റും. അപ്പൊ എന്നാലേ അയാൾ ഈ സിനിമയിൽ ഉണ്ടാവുള്ളൂ. ഇപ്പം അല്ലെങ്കിൽ അയാളുണ്ട് ഒരു പണി ചെയ്തിട്ടൊന്നും പോകും. അപ്പൊ അയാളുടെ പൈസ വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ശ്രമിക്കുന്നത് അവരെ ഇൻവോൾവ് ചെയ്യാനാണ് സിനിമ. അവരുടെ ഇൻപുട്ട് കൊണ്ടുവരുന്നത്. ശങ്കർ എനിക്ക് തോന്നിയത് ഈസ് എൻ എക്സലന്റ് കമ്പോസർ. ശങ്കറുടെ ഐഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കറേന്ന് ഇങ്ങനൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു തീം ശങ്കർ നമ്മൾ വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടാകും. പിന്നെ അതിന്റെ പ്ലേസ്മെന്റിലേക്ക് ചിലപ്പോൾ നമ്മളെ കുറിച്ച് അവിടെ ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ ശങ്കർ ആണെങ്കിലും മുന്നേ തെലുങ്ക് മൂവി എന്തോ വർക്ക് ചെയ്തിട്ടില്ലേ? അപ്പൊ അതും കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ മലയാളത്തിലാണ് ചെയ്തിട്ടുണ്ട്, മൂവി ചെയ്തിട്ടുണ്ട് തെലുങ്ക്. അപ്പൊ അതും ഇതും ഭയങ്കര ഡിഫറൻസ് ആയി തോന്നി മ്യൂസിക് കമ്പോസിഷന്റെ സമയത്ത്. സ്റ്റോറിയാണ് നമ്മളെപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത്. അവിടെയും എനിക്ക് അവര് തെലുങ്ക് ഫിലിം ചെയ്യുമ്പോ
കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ സ്ക്രിപ്റ്റ് മൊത്തം വന്നു. അത് വായിച്ച് ആ സ്റ്റോറി വായിച്ച് നമുക്ക് ഇൻസ്പയർ ചെയ്യണ സ്കോറുകൾ നമ്മൾ ഡയറക്ടറായിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ആയി. ഒരു 2 വീക്സിൽ നമ്മൾ സിങ്ക് ആയി. പിന്നെ ആ വർക്ക് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. മലയാളത്തിൽ അങ്ങനെ ലാംഗ്വേജ് എനിക്ക് ഒരു ബാരിയറായിട്ട് ഒട്ടും ഫീൽ ചെയ്തില്ല. ഈ പറഞ്ഞ ഞാൻ പല ജീവപ്രകാശ്, ഔസഫലി സാറ്, പ്രശാന്ത് പിള്ള ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോഴും പല ലാംഗ്വേജസിലും ഞാൻ ഞാൻ പ്രോഗ്രാം ചെയ്ത ഫിലിം ഹിന്ദിയിലാണ്. ഹിന്ദിയിൽ ഇസക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ആയിരുന്നു. പിന്നെ വിജയ് നമ്പ്യാരുടെ വെബ് സീരീസ് ഇതൊക്കെ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത്. ടോട്ടലി ലാംഗ്വേജ് ഒരിക്കലും ഒരു ബാരിയറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. സ്റ്റോറിയാണ് നമ്മളെപ്പോഴും നമ്മളെ പുതിയ സോങ്സ് സൗണ്ട് ട്രാക്സ് ഉണ്ടാക്കാനെല്ലാം ഇൻസ്പയർ ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ മൂവീസിലൊക്കെ ഭയങ്കര സോളാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ജയ് ഗണേഷ് എന്ന മൂവിയുടെ സോളായിരിക്കും മ്യൂസിക് എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? ലൈക്ക് അങ്ങനെ നമ്മുടെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും ആ മ്യൂസിക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ വർക്ക് നമ്മളെ കൊണ്ട് രീതിയിൽ എനിക്ക് വർക്ക് വന്ന രീതിയിൽ നമ്മൾ ചെയ്തു. ബാക്കി എല്ലാം നല്ലൊരു കാര്യം പറഞ്ഞു. അതാണ് നല്ല കാര്യം. കാരണം മ്യൂസിക് ഗംഭീരമായിട്ടെന്ന് പറഞ്ഞാൽ അതൊരു നല്ല സംഭവം. സിനിമ നല്ലതായിട്ട് എന്തെന്ന് പറയാണ് വേണ്ടത്. എഡിറ്റിംഗ് നന്നായിരുന്നു പറഞ്ഞെങ്കിൽ അത് കാര്യമില്ല. അതൊക്കെ ഇൻവെസിബിൾ ആയിരിക്കണം. സിനിമോഗ്രാഫി, മ്യൂസിക്, എഡിറ്റിംഗ്, ആക്ടിങ് മാത്രമൊക്കെയാണ് കാണുന്നത്. ആക്ടിങ് പോലും സെറ്റിൽ ആവുന്നൊക്കെ പറയും. ഇതെല്ലാം ഇൻവെസിബിൾ ആണ്. ഇത് ചെയ്ത ജോലികൾ അതവിടെ ഉണ്ട്. അങ്ങനെയായാലാണ് ഒരു സിനിമ നമുക്ക് അത് സിനിമ കഥയിലോട്ട് കയറി ആസ്വദിക്കാൻ പറ്റാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ സാറിന്റെ മുൻപുള്ള മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എവിടേക്കും ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട്. ചിലതൊക്കെ തുറന്നു തന്നെ അതിൽ വെക്കുന്നുണ്ട്. അത് കോൺഷ്യസ്ലി അത് വരുന്ന ഒരു സംഭവമാണ്. അത് അങ്ങനെ തന്നെ എഴുതുന്നതാണോ? അതല്ലാണ്ട് എഴുതി വരുമ്പോ ഇങ്ങനെ വരുന്ന ഒരു കാര്യമാണോ? അത് സ്വാഭാവികമായിട്ട് എന്റെ ഉള്ളിൽ ഉള്ളതായിരിക്കും. ഇത്രയും സിനിമ ചെയ്തിട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് നമ്മുടെ ഉള്ള സംഭവം. നമ്മുടെ ഒരു മീഡിയം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ ഒരു മൈക്കിൽ വിളിച്ച് പറയുന്നേക്കാൾ നല്ലത് എന്റെ സമയത്തിന്റെ സിനിമയിൽ കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവണം. എനിക്ക് അങ്ങനെ തോന്നുന്നു. അതിനെ അധികം ആലോചിച്ചിട്ടില്ല. എനിക്ക് അറിയില്ല. അതെ, അപ്പൊ പിന്നെ ശരിയായിരിക്കും. അതായത് എന്റെ ഉള്ളിലുള്ള തോന്നലുകളൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു എന്റെ സിനിമകളിൽ നോക്കിയ സ്ക്രീനിലെ കാര്യം നോക്കിയില്ല. പാസഞ്ചറിലൂടെ പാസഞ്ചർ മുതൽ ജയഗണേഷ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കും. ഫസ്റ്റ് ഹാഫിൽ ഇപ്പോ ശ്രീനിവാസൻ കണ്ടു ഫിലിമിന് തട്ടിക്കൊണ്ടുപോകും. നമ്മുടെ കണ്ണുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുണ്ടാവും. പക്ഷെ അതിനെ ഫോളോ ചെയ്യാൻ നമുക്ക് ഒരിക്കലും ധൈര്യം കിട്ടിയിട്ടുണ്ട്. അത് സംഭവിച്ച് വളരെ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. അത് ഫോളോ ചെയ്യുന്നതാണ് സെക്കൻഡ് ഹാഫ്. പിന്നെ എല്ലാ സിനിമകളും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അനലൈസ് ചെയ്തില്ല. ജയഗണേഷും അങ്ങനെ. ഇപ്പൊ ഈ ജയ് ഗണേഷിന്റെ ടൈറ്റിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു ട്രയാങ്കിൾ ഒരു എടുത്ത് കാണിക്കുന്ന ആ മറ്റേ ഉണ്ണിമുഖന്ന് വണ്ടി ഓടിക്കുന്നതിലും ഉണ്ട്. അതിനെന്താണ്? അതിന് എന്തെങ്കിലും പറയുന്നുണ്ടോ? നമ്മുടെ ആ ഒരു ഇമ്പോർട്ടന്റ് ആണ് ആ ലോഗോ എന്ന് പറയുന്നത് മൂവിയില്. സിനിമ കണ്ടാലും പറയാൻ പറ്റുള്ളൂ. സസ്പെൻസ് ആണത്. അല്ല, എന്നാലും ശ്രദ്ധിച്ചു. കാരണം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്, വണ്ടിയിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇരുന്നോട്ടെ, അതെ, ആൾക്കാർ ആലോചിക്കട്ടെ. ഡീകോഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് അവിടെ അപ്പം എന്തുകൊണ്ടാണ് മഹിമ നമ്പ്യാർ ഈ മൂവിയിലേക്ക് സർ കാസ്റ്റ് ചെയ്ത? അല്ലെങ്കിൽ എന്റെ ഇപ്പം ഈ മൂവി എന്തായാലും ക്യാരക്ടർ നമ്മൾ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ മൂവിയിൽ ഒരു ഹീറോയിൻ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ എന്താണ് മഹിമയിൽ കണ്ടത്? ആക്ച്വലി ന്യൂ കമറിനെയാണ് നമ്മൾ നോക്കിയത്. നമ്മൾ കുറെ പേരൊക്കെ അല്ലേ, ഒത്തിരി പേര് മഹിമ പറഞ്ഞു ഓഡിഷൻ. മഹിമ വന്നിട്ട് ഓഡിഷൻ ചെയ്യാൻ തയ്യാറായി. ഗ്രേസ്ഫുൾ ഓഡിഷൻ. ആ ഓഡിഷനായിരുന്നു ബെസ്റ്റ് ഓഡിഷൻ. നമ്മളൊരു 5000 പേര് ഓഡിഷൻ ചെയ്തിരുന്നെങ്കിൽ മഹിമയുടെ ബെസ്റ്റ് ഓഡിഷൻ. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മൂവീസ് വരുന്നത്. പക്ഷെ പ്രേതം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അതിൽ ഒരുപാട് സോഷ്യൽ റെലവൻസ് ആൾക്കാർ കണ്ടുപിടിച്ചിരുന്നു. ഉണ്ട്, പക്ഷെ സ്റ്റിൽ അത് കണ്ടുപിടിച്ചു. അല്ല എന്ന് വെച്ചാല് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇപ്പൊ നടക്കുന്ന ഒരു സോക്കോൾ അങ്ങനത്തെ കുറച്ച് ഒരു റിവെഞ്ചസ് കുറച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ഹൊറർ സബ്ജക്ട് സാർ അങ്ങനെ ഒരു അതെയോ? അല്ല, നമ്മളങ്ങനെ സാറിൽ നിന്ന് പെട്ടെന്ന് അയ്യോ പ്രേതം ചെയ്യുമ്പോ എന്റെ ഐഡിയ എന്താ വെച്ചാൽ ഓരോ സിനിമയ്ക്ക് ഒരു ഐഡിയ ഉണ്ട്. ഈ സിനിമയുടെ ഐഡിയ എന്താ വെച്ചാൽ എനിക്കിപ്പോ ഒരു ഭയങ്കര ഇവോൾവ് ഓഡിയൻസ് ഇവിടെയുള്ള സിനിമ കാണാൻ പോകുന്നത്. ആ ഓഡിയൻസിന് തിയേറ്ററിൽ കമേഴ്ഷ്യലി വർക്ക് ആവുന്ന ഒരു സിനിമ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഈ സിനിമയുടെ ചാലഞ്ച്. പ്രേതം ചെയ്യുമ്പോഴുള്ള ചാലഞ്ച് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോളേജ് സ്റ്റുഡൻസ് ആ ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിന് കേറ്റർ ചെയ്യുന്ന ഒരു സിനിമ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സിനിമ ചെയ്തിട്ടില്ല. അതാണ് പ്രേതം ആലോചിക്കാനും ചെയ്യാനുള്ള കാരണം. പ്യുവർലി അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. ഇതിനകത്ത് ആലോചിച്ചത്. പിന്നെ അവരോട് ഇഷ്ടപ്പെട്ടു.
എന്നുള്ളതാണ് സംഭവിച്ചത്. ഇതിൽ ഈ മെന്റലിസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എന്തെങ്കിലും സാറിന്റെ റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട്? ഞാൻ കുറച്ച് മെന്റലിസം ചെയ്യുന്നതാണ്. ഞാൻ പഠിച്ചു ആ സിനിമ, 2 സിനിമ ആയതല്ലോ. 2 സിനിമ വഴി നമ്മുടെ ആദ്യം ഉണ്ട് മെന്റലിസ്റ്റ്, വേറെ കൂടെ ആൾക്കാർ അവനെ പഠിച്ചു, കുറച്ച് ട്രിക്കൊക്കെ പഠിച്ചു. അല്ല, ഈ മൂവിയില് ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ജയ് ഗണേശൻ എന്ന് പറഞ്ഞൊരു പ്ലോട്ട് മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരാളിനെ അയാൾ പോലും അറിയാതെ കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇത് ചെയ്യാം, അത് വർക്ക്ഔട്ട് ആകും, നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നത്. അന്ന് പറഞ്ഞ പോലെ ഈ മെന്റലിസം എന്നുള്ള ഒരു സാധനത്തിലോട്ട് ഇൻവോൾവ് ചെയ്തിട്ടൊരു സബ്ജക്ട് ചെയ്യാന്നുള്ളതിന് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടാവുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആഫ്റ്റർ ദാറ്റ് ഇവരെ മീറ്റ് ചെയ്യുന്നില്ല. പുണ്യാളൻ അഗർബത്തീസിന്റെ 100ാം ദിവസം ഫംഗ്ഷനിലാണ് ആദ്യം പുള്ളിയൊരു മെന്റലിസ്റ്റ് ആണ്, അതിന് വന്നപ്പോൾ ഷോ ചെയ്തു. അപ്പോഴാണ് ഈ മെന്റലിസ്റ്റിന്റെ സാധനം എനിക്ക് മനസ്സിലാവും. അപ്പൊ അന്നോടെ ഒരു മനസ്സിൽ കിടന്നത് തൊടാത്ത മേഖലയാണ് ഭയങ്കര സാധ്യത. അപ്പൊ പ്രേതത്തെ കുറിച്ച് സംസാരിക്കണ്ടോ, കുറച്ച് ഞാൻ ചോദിച്ച നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അത് അങ്ങനെ ആദ്യം പരിചയപ്പെട്ടുകൊണ്ടാണ് അതിലോട്ട് വന്നത്. ഇപ്പൊ നമ്മുടെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞ ടൈറ്റിൽ തന്നെ ഗണേഷ്, ഇപ്പൊ ട്രെയിലർ കാണുമ്പോ തന്നെ മഹിമ അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് ഗണേഷിനെ പറ്റിയിട്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഗണേഷ് എന്ന് പറയുമ്പോ ഒരു ഗോഡ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ അത് സൂപ്പർ ഹീറോ എന്നുള്ളത് അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതിയത് ഗോഡ്. ഇപ്പൊ മിക്കവരും അങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കുന്നുണ്ടോ, അതേപോലെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു കഥ എഴുതിയത്? യെസ്, സീക്വൽ ILC ഒക്കെ പോലെ. ഇപ്പൊ ഈ അടുത്ത ഹനുമാൻ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, തെലുങ്ക് മൂവിയാണ്. അവരിങ്ങനെ ഒരു ഗോഡിനെ വെച്ചിട്ട് യെസ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ജയ് ഗണേഷ് എന്ന് പറയുമ്പോ ഡിഫറെന്റ് കഥകൾ. പുതിയ എന്തെങ്കിലും മേഖലകൾ എനിക്കിപ്പോ ഇങ്ങനെ കമേഴ്ഷ്യൽ തന്നെ ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എനിക്ക് എന്റെ ചെയ്ത സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ 4 Years ആണ്. ഞാൻ ഇപ്പോഴും തിരിച്ച് എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് ബോറടിക്കാതെ കാണാൻ പറ്റുന്ന ഒരു സിനിമ അതായിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ സിനിമ. അപ്പൊ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് അങ്ങനെ യൂണിവേഴ്സ് ഉണ്ടാക്കണമെന്നില്ല. അപ്പൊ ഇത് ഒരു കമേഴ്ഷ്യൽ അറ്റംപ്റ്റ് ആണ്. ഇത് വിജയിച്ചാൽ ഞാൻ ഭയങ്കര എക്സ്പെരിമെന്റൽ ആയിട്ട് ഒരു സിനിമ ചെയ്തേക്കാം. അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കിവിടെ ഉണ്ടാവണമെന്നല്ല. എന്താണ് ജയ് ഗണേഷ് എന്നുള്ള ഒരു പേര്, ഒരു ടൈറ്റിൽ അതിലേക്ക് പറയാൻ പറ്റുമെങ്കിൽ? പറയാൻ പറ്റില്ല. ജയ് ഗണേഷാണ് സിനിമയ്ക്ക് ഏറ്റവും ചേർന്നിട്ട്. അത് നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, എന്തുകൊണ്ട് ജയ് ഗണേഷ്? ജയ് ഗണേഷ് is something like എന്താ പേര്, ചോട്ടാ ഭീം. അതുപോലെ ഒരു ക്യാരക്ടറാണ് ജയ് ഗണേഷ്. അപ്പൊ അതിന് പറ്റുന്നൊരു പേരല്ലേ ജയ് ഗണേഷ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പേര്. അല്ല, അത് നമ്മളിപ്പോ ചോട്ടാ ഭീം എന്നൊക്കെ ഉള്ളത് ആ ഒരു രീതിക്ക്, ഗണേഷ് എന്ന് പറയുമ്പോ പുള്ളി സൂപ്പർ നാച്ചുറൽ പവർ അങ്ങനെ ഉള്ള ഒരു തീമുമായിട്ട് അല്ല ഇതില് പറയുന്നത് അനുസരിച്ച്. അത് മറ്റേ ലഡു കഴിക്കുമ്പോ വരുന്നതല്ലേ അറിഞ്ഞത് കൊണ്ടല്ലേ വെറുതെ മനസ്സിലായി. ഇതിലങ്ങനെ ലഡു കഴിച്ചുകൊണ്ട് അങ്ങനത്തെ സിനിമയല്ല ഇത്. അല്ല, ഇതൊന്നും ഒരാളൊരു ചിലന്തി കഴിച്ചു അതുകൊണ്ട് സ്പൈഡർമാൻ ആയി, അങ്ങനത്തെ സിനിമയല്ല. പക്ഷെ ഇതിലെന്തോ ഒരു സൂപ്പർ എലമെന്റ് ഉണ്ട്, സൂപ്പർ ഹീറോ എലമെന്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. പക്ഷെ അത് ആ രീതിയിൽ ആ ടെംപ്ലേറ്റിലുള്ള ഒരു സിനിമയല്ല. ഇത് മോർ ത്രില്ലർ ജോണറുള്ള ഒരു സിനിമയാണ്. പക്ഷെ അതിനുള്ള കുറച്ച് ഇതുപോലത്തെ സൂപ്പർ ഹീറോ എലമെന്റ്സ്, സൂപ്പർ നാച്ചുറൽ അല്ല, സൂപ്പർ ഹീറോ എലമെന്റ്സ് ഉണ്ട്. അത്രയും വളരെ സെറ്റിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞു. അമൽ ഡേവിസ് എന്നാണ് എന്റെ വായിൽ വരുന്നത്. സോറി, ആ ക്യാരക്ടർ ഇങ്ങനെ റീച്ച് ആയതിന്റെ ഒരു സംഭവമാണ്. എഡിറ്റിംഗ് ആണോ ആക്ടിംഗ് ആണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി പാഷൻ വെച്ചിട്ട് ഞാൻ ആക്ച്വലി ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ ഞാൻ പെർസ്യൂ ചെയ്തിരുന്നത് ഫിലിം മേക്കിങ്ങും അതിനോടനുബന്ധിച്ചിട്ടാണ് എഡിറ്റിംഗിലേക്കൊക്കെ എത്തുന്നതും. അത് പിന്നീട് അത് വർക്ക് ചെയ്ത് നമ്മളുടെ കൂടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോലിയായിട്ട് മാറിയായിരുന്നു. ഇപ്പോ ബിഫോർ പ്രേമലു ആക്ച്വലി എഡിറ്റിംഗ് മാത്രമായിരുന്നു പാഷൻ. അതിനിടയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അത് അത്രത്തോളം പാഷനേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ പ്രേമലു വരുന്നു, ഇത്രയും നല്ലൊരു സക്സസ് ആവുന്നു, ആളുകൾ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നത് കാണുമ്പോ എനിക്ക് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് ഞാനിപ്പോ അഭിനയത്തിനെ കാണുന്നത്. അപ്പോ ഇതിന്റെ ഒപ്പം തന്നെ എഡിറ്റിംഗ് ഇസ് ലൈക്ക് എനിക്ക് എന്റെ ലൈഫിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ അതില് നല്ല വർക്ക്സ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു
അത്യാവശ്യമാണ്. മറ്റേത് ആഗ്രഹവും ഇത് അത്യാവശ്യവുമാണ്. അപ്പൊ ഇതിനു മുമ്പ് ചെയ്ത വർക്കുകൾ ഞാൻ വെച്ചിട്ട് നോക്കുമ്പോഴാണെങ്കിലും ഇപ്പോഴാണ് ആൾക്കാര് ഇപ്പൊ ജയ ഗണേഷിലേക്ക് വരുമ്പോ എഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മള് ആൾക്കാർ സംസാരിക്കുന്നത് പോലും ഞാൻ പ്രേമലുവിൽ അഭിനയിച്ചുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഇൻഡിവിജ്വലി നമ്മളുടെ ഒരു സിഗ്നേച്ചർ വർക്ക് കൊണ്ടിട്ട് ഇപ്പൊ ഞാൻ സിഗ്നേച്ചർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് ചെയ്ത കുറെ വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒക്കെ ചെയ്ത വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സിനിമകളുടെ കൊമേഴ്ഷ്യൽ സക്സസിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ സിഗ്നേച്ചറുകളൊക്കെ കോട്ട് ചെയ്യപ്പെടുന്നതെന്ന് തോന്നുന്നു. ലൈക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും അല്ലാതെ നമ്മുടെ വർക്ക് കൊണ്ടിട്ട് നമ്മളൊരു എഡിറ്റർ എന്നുള്ള രീതിയിൽ അറിയപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിന് നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളതാണ്. ഇപ്പൊ ലൈക്ക് എനിക്കൊരു പ്രൊഫൈലായിട്ട് വെക്കാൻ പറ്റുന്ന, അപ്പൊ ഞാൻ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ജയ ഗണേഷ്. കാരണം അതിന്റെ പാറ്റേണിലാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ എഡിറ്റർ എന്ന് പറയുന്ന ഒരു അൺസങ് ഹീറോ ആണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. കാരണം അതൊരു ഇൻവിസിബിൾ ജോലി തന്നെയാണ്. ഇപ്പൊ ഒരു സിനിമ ഒരു വിഷ്വൽ കാണുന്ന പോലെയോ പെർഫോമൻസ് കാണുന്ന പോലെയോ മ്യൂസിക് കേൾക്കുന്ന പോലെയോ ഒന്നും അത്രത്തോളം നോർമൽ ഒരു സാധാരണക്കാരന് അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ മേഖലയിലൊക്കെ സിനിമയിലേക്ക് എത്തുമ്പോ അതിനൊരു പ്ലേറ്റ് ഉണ്ടാവും. ഒരു പ്ലേറ്റിൽ വെക്കാൻ പറ്റുന്നത് ചിലപ്പോൾ എഡിറ്റിംഗിലൂടെ ആയിരിക്കാം. എല്ലാം നന്നായിട്ട് കാണണമെങ്കിൽ, എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ. അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആക്ച്വലി ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് ജയ ഗണേഷ്. അപ്പൊ ഇനിയിപ്പോ ഞാനൊരു പ്രൊഫൈൽ വെക്കുമ്പോഴാണെങ്കിലും ഈ തൊട്ട് മുമ്പ് ഞാൻ ചെയ്തൊരു മൂവി ഉണ്ട് ഇതുപോലെ തന്നെ, ലിറ്റിൽ മിസ് റാവുത്തർ എന്ന് പറഞ്ഞിട്ട്. അതും ജയ ഗണേഷും ഒക്കെ ആയിരിക്കും എനിക്കൊരു പ്രൊഫൈലായിട്ട് ആസ് ആൻ എഡിറ്റർ മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന 2 സിനിമകൾ. ഇല്ല, ഞാൻ അതിനകത്ത് ട്രെയിലർ കട്ട്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ട്രെയിലർ കട്ട്സ് കുറെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ശരി, അപ്പം രണ്ടും ഒരുപോലെ, എന്നാൽ എഡിറ്റിംഗ് എന്നുള്ള ഒരു പാഷനകത്ത് സിഗ്നേച്ചർ ഉണ്ടാക്കുക എന്നുള്ളത്. മറ്റേതിൽ ഇപ്പൊ ആളുകൾ നമ്മൾ അറിഞ്ഞു അംഗീകരിച്ചു എന്നുള്ളതിന്റെ ഒരു സന്തോഷവും. കാരണം ഇനിയും ചെയ്താലും നീ അടങ്ങാന്നേ പറയൂ. അതൊരു ശരിയാണ്. പക്ഷെ അതുകൊണ്ട് സംവിധാനത്തിലോട്ട് തിരിയാം. ഓ സീരിയസ്ലി, അതൊരു പുതിയ ഇൻഫർമേഷൻ അറിയിക്കാം. ഇല്ല, അങ്ങനെയൊന്നും പറയാറാവുന്ന ഒരു പ്രൊജക്റ്റുകളൊന്നുമില്ല. നമ്മളുടെ ആഗ്രഹം അതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വെച്ചിട്ട് സംസാരിച്ചു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മളിപ്പോ ഈ റീസെന്റ് ഇറങ്ങിയ നമ്മുടെ എല്ലാ മലയാളം മൂവീസ് അടിപൊളിയായിട്ട് എല്ലാരും ഓഡിയൻസ് നന്നായി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ചില മൂവീസില് റിവ്യൂ കൊണ്ട് പല നെഗറ്റീവും വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും റിവ്യൂ എന്ന് പറയുന്നത് മൂവീനെ എഫക്ട് ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ? ഒരു ഫസ്റ്റ് ഡേ തന്നെ ഇറങ്ങി വരുമ്പോ റിവ്യൂ പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? യെസ് ആൻഡ് നോ. എനിക്കൊരു ഇൻഡിവിജ്വൽ റിവ്യൂ, ഒരാൾ ക്യാമറയിൽ നിന്ന് പറയുന്ന റിവ്യൂ ഫിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയില്ല. ഫിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ തിയേറ്റർ റിവ്യൂ ഉണ്ടല്ലോ, ഈ ഇറങ്ങി വരുമ്പോൾ 100 പേരോട് ചോദിക്കുന്നുണ്ട്, അത് എഫക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മറ്റൊരാളുടെ അഭിപ്രായം, മറ്റങ്ങനെയല്ല, ഒരു ഗ്രൂപ്പിന്റെ അഭിപ്രായം നമ്മൾ കൺവേ ചെയ്യാന്നുള്ള പോലെ. ഒരു 100 പേരോട് ചോദിച്ചിട്ട് 90 പേര് നല്ലത് പറഞ്ഞു, 10 പേര് മോശം പറഞ്ഞാൽ ഈ മോശം പറഞ്ഞതിനെ മാത്രം എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം സിനിമ മോശമാണെന്ന്. അത് സിനിമയെ ബാധിക്കുന്നുണ്ട്. അത് തെറ്റാണ്, അത് ക്രൂരതയാണ്. അപ്പൊ തിയേറ്ററിൽ റിവ്യൂ ഒഴിവാക്കണം. അതുകൊണ്ടാണ് അസോസിയേഷൻസ് ഒക്കെ തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷെ നടപ്പിലായിട്ടില്ല. അതാണ്. അതുകൊണ്ട് റിവ്യൂ, ഒരാൾ ഇൻഡിവിജ്വലി സിനിമ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ അഭിപ്രായം പറയാൻ എല്ലാ അവകാശമാക്കും. അതൊരു വിരോധമില്ല. അതൊന്നും സിനിമ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇപ്പൊ സിനിമ ഷുഡ് ബി മോർ പവർഫുൾ ദാൻ ദാറ്റ്. അങ്ങനെ പൊളിഞ്ഞു പോകുന്നതാണ് സിനിമയ്ക്ക് പിന്നെ എന്താണ് അതിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പം സാറിനോടാണ് ചോദ്യം. സാർ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മമ്മൂക്കിനെയും ലാലേട്ടനെയും വെച്ചിട്ട് സിനിമ ചെയ്യാന്നുള്ളത്. അതിന് കവിഞ്ഞിട്ട് ഒരു ആഗ്രഹം അല്ല, ഒരുമിച്ചാണെങ്കിൽ നമുക്ക് വിരുന്നാണ്. അപ്പം ഇനി എന്താ ലാലേട്ടനെ വെച്ചിട്ടുള്ള ഒരു മൂവിന്റെ പ്ലാനിങ് ഒക്കെ? അല്ല, അതിന്റെ എന്തെങ്കിലും ഒരു പ്ലാനിങ് നമുക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട്, സ്റ്റോറി. ഓക്കെ, അപ്പൊ അതൊരു വലിയൊരു അനൗൺസ്മെന്റ് ആയിട്ട് കുറെ കാലമായിട്ട് തയ്യാറാണ്. സ്റ്റോറി പുള്ളിനെ ഇതുവരെ കേൾപ്പിക്കാൻ അതൊന്നും നമ്മൾ പുറത്തു വരാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത്. അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ജീവിച്ചാലല്ല, ഇപ്പൊ മലയാള സിനിമയുടെ ചരിത്രം, ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അൺപാരലായിരിക്കും രണ്ടുപേരും. അങ്ങനെ 40-50 വർഷം ഒരേപോലെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്നു. അതിനെക്കുറിച്ച് അപൂർവമായിട്ടൊരു സംഭവം ഒരേ സമയത്ത്. അപ്പൊ അങ്ങനത്തെ ലെജൻസ് ആണ് ഇൻ ഓൾ റെസ്പെക്ട്സ്. നമുക്ക് ഭാഗ്യവശാൽ ഈ സിനിമയിൽ വരാൻ പറ്റുകയും കുറച്ച് കാലം, ഞാൻ 15 വർഷമായി സിനിമ ചെയ്യാൻ പറ്റും.
അപ്പോ ഞാൻ ഉൾപ്പെടെ എല്ലാ ഫിലിം മേക്കേഴ്സിന്റെ ആഗ്രഹമായിരിക്കും ഇവർ രണ്ടുപേരും വെച്ച് ഓരോ സിനിമയിലും ചെയ്യണം. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. അത്ര ഒരെണ്ണം എനിക്ക് ചെയ്യാൻ പറ്റി, ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ജയ് ഗണേഷിൽ വരുവാണെങ്കിൽ ഇപ്പൊ നോർമലായിട്ട് നടക്കുന്ന ഒരു രീതിക്കൊക്കെ സിനിമ ലൈക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പക്ഷെ ഈ മൂവിയിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാള് ആ ആളിനെ കേന്ദ്രീകരിച്ച് ഒരു കഥ നമ്മൾ ചെയ്യുമ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എത്രത്തോളം റിസ്ക് ആയിരുന്നു? അല്ലെങ്കിൽ പുള്ളി ഇപ്പം വീൽ ചെയറിലിരുന്ന് ചെയ്യുക, മുൻകൂട്ടി ചെയ്ത ഒരാളല്ല, അതിന്റെ ഇടയ്ക്കൂടെ പുള്ളി പെട്ടെന്ന് എന്തോ ഒരു ചെയ്യാൻ നോക്കിയപ്പോൾ ബാക്കിലേക്ക് വീഴുന്ന ഒരു സംഭവമൊക്കെ കുറച്ചൊന്നും നമ്മളത് കണ്ടിരുന്നു. അപ്പൊ അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? അത് ചാലഞ്ചിങ് ആയിരുന്നില്ല. അതാണ് എനിക്ക് ഉണ്ണിയുടെ കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ശരിക്കും നമ്മൾ വീൽ ചെയറിലുള്ള ആളെ കാണേണ്ടത്, വീൽ ചെയറിലോ ഒരു ഡിഫറെന്റ് ടേബിളിലായിട്ടുള്ള കാണുമ്പോൾ നമുക്ക് സിമ്പതിയാണ് തോന്നുന്നെങ്കിൽ ആസ് എ പേഴ്സൺ വി ആർ നോട്ട് മെച്യൂർഡ് എനഫ്, ആസ് എ സൊസൈറ്റി വി ആർ നോട്ട് മെച്യൂർഡ് എനഫ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവരെ നമുക്ക് ഈക്വലായിട്ട് കാണാൻ പറ്റണം, അവരുടെ കുറവുകളും പോസിറ്റീവ്സും എല്ലാം. അങ്ങനെ നമുക്ക് അവര് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ണിയിൽ അഭിനയിക്കാൻ വന്നപ്പോ വീൽ ചെയറിൽ ഇരുന്ന് എനിക്ക് അതിനെ കുറിച്ചൊക്കെ ആദ്യഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ വിട്ടു, എനിക്ക് വേറെ കാര്യം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പുള്ളി വന്ന് അതിന്റെ കോസ്റ്റ്യൂംസ് ആ രീതിയിലൊക്കെ നമ്മൾ ശ്രമം ചെയ്തു പല രീതിയിൽ മാനേജ് ചെയ്തു. പിന്നെ പുള്ളി തന്നെ കാലൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാനുള്ള സംവിധാനമൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് ഒരിക്കലും അത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടൊരു പണിയാണ്. എന്ന് വെച്ചാൽ രാവിലെ ഒന്നും ഇരുന്ന് രാത്രി എണീക്കാൻ പറ്റും, നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ സ്ട്രെയിൻ. പക്ഷെ അങ്ങനെ ഫിസിക്കൽ സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇത് ചെയ്തത്. ഒരിക്കൽ പോലും ചെറിയ രീതിയിൽ പോലും എനിക്കൊരു തോന്നൽ ഉണ്ടായില്ല. പുള്ളി ഫിസിക്കലൊക്കെ സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം, ഓർ മേ ബി. പിന്നെ നമ്മൾ സിംഗിൾ ഷോട്ടൊക്കെ ഒരു 10 ടേക്ക് എടുത്തിട്ടുണ്ട്, തളർന്നു ആൾക്കാർ. പുള്ളിക്ക് ഒരു കുഴപ്പമില്ലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എന്നെ തോന്നിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനൊരു പ്രശ്നമേ എനിക്കുണ്ട്. അത് വീണു എന്ന് പറയുന്ന സംഭവം പോലും പുള്ളിയോടെ വീണു കഴിഞ്ഞപ്പോ ഞാൻ എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഞാൻ മൊത്തത്തിൽ മടിയാണ് എനിക്കാൻ തന്നെ. അപ്പൊ എനിക്കൊക്കെ വന്നപ്പോഴേക്കും പുള്ളി അടുത്ത ഷോട്ട് അടുത്ത ഷോട്ട് നമ്മൾ ഓടിപ്പോയി എന്ത് പറ്റിയെന്ന് ചോദിക്കുക പോലും ഉണ്ടായിട്ടില്ല. പൊതുവെ നമ്മുടെ മലയാളത്തില് സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ മിന്നൽ മുരളിയൊക്കെ വന്നപ്പോ ആൾക്കാർ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ കുറെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു, ഈ ട്രോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അടുത്ത സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ നമ്മുടെ കൊമേഴ്ഷ്യലി ഉദ്ദേശിക്കുന്ന ഒരു മൂവിയാണെന്നും കൂടെ പറഞ്ഞല്ലോ. അതേപോലെ നമ്മുടെ ഓഡിയൻസ് ഈ ഒരു സൂപ്പർ ഹീറോനെ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും, മനസ്സിൽ കൊണ്ട് വരും എന്നുള്ളത് പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. അപ്പൊ കൊമേഴ്ഷ്യലി തന്നെ അതല്ലേ റീസെന്റ് ആയിട്ട് നമ്മുടെ മലയാളം മൂവീസ് ഭയങ്കരമായിട്ട് 100 കോടി 50 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല, അപ്പൊ അതേപോലെ ആ ഒരു ലെവല് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇത് കൊടുക്കാൻ പറ്റും ഓഡിയൻസിന് എന്നുള്ള ഉറപ്പുണ്ടോ? നമുക്ക് ഈ കോടി കണക്ക് അതൊന്നുമില്ല, അങ്ങനെയല്ല. സിനിമ സക്സസ്ഫുൾ ആവാന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ ആഗ്രഹം. ഈ സിനിമ കണ്ട ആൾക്കാർക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അത് അവർക്ക് വാല്യൂ ഫോർ മണി കിട്ടി. അതിൽ ഇത്ര കോടി കളക്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചിട്ട് സന്തോഷം, കിട്ടിയിരിക്കുന്നു കുഴപ്പമില്ല. നമ്മൾ കുറച്ചൊക്കെ നഷ്ടം അങ്ങനെ സഹിച്ചു കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ ശ്രമം അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെല്ലാവരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കോടി കണക്കൊന്നും വെച്ചിട്ട് നമുക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അഗെയിൻ ഈ എല്ലാ സിനിമയും ഓടുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം കൂടെ. നമ്മൾ അത് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള കുഴപ്പമില്ല. ഒരു സിനിമ ഓടുമ്പോൾ അപ്പുറത്തെ 10 സിനിമ 1 3 നമ്മൾ അറിയുന്നു പോലില്ല. ശരിയാ, അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യം. അപ്പൊ ഇത്ര ഒരു 100 കോടി കളക്ട് ചെയ്യുന്ന ഒരു സിനിമ മുൻകൂട്ടി ഉണ്ടാക്കാൻ ലോകത്ത് ആർക്കും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവൻ ചെയ്ത പ്രേമലു തന്നെ ടോട്ടലി അൺപ്രസിഡന്റ്. ആ രീതിയിൽ ആ സിനിമ സക്സസ്ഫുൾ ആണ് ആരെങ്കിലും വിചാരിച്ചു? ഒരു സിനിമയ്ക്കും അങ്ങനെ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈവൺ അതൊരു നല്ല സിനിമ എന്ന് പറഞ്ഞ പോലും ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു സിനിമ, അത് ഇവന് നല്ലതെന്ന് തോന്നുന്നു എഡിറ്റ് ചെയ്യുന്നു, ഇവന് നല്ലതെന്ന് തോന്നുന്നു മ്യൂസിക് ചെയ്തു, അത് ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു സിനിമ. ഇത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിക്കൊള്ളുന്നില്ല. സിനിമ അതാണല്ലോ. സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രാമർ ഇല്ല. അതായത് ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഗ്രാമർ കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ റൈറ്റ് സെന്റൻസ് എന്ന് പറയും. സിനിമയ്ക്ക് അങ്ങനെയില്ല, ഒരു ഗ്രാമർ ഇല്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വളരെ മോശമായിട്ടായിരിക്കും. അങ്ങനെയല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 1 ലക്ഷം പ്രേക്ഷകർക്ക് കേട്ടറിയും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് കോടി പ്രതീക്ഷ. അപ്പം സാറിനോടാണ്, സാർ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂവി പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു ഹീറോ ഇപ്പൊ മൈൻഡിൽ ഇപ്പം കുറെ അധികം മൂവീസ് ജയസൂര്യ ജയനെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു
ഹീറോ എന്നുള്ള പുള്ളിയെ മനസ്സിൽ വെച്ചിട്ടായിരിക്കുമോ സ്ക്രിപ്റ്റ് എഴുതുന്നത്? അത് സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷമാണോ ഈ ഒരു ഇതിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ പറഞ്ഞു ആ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ടപ്പം ഉണ്ണിയെ പോലെ തോന്നി, അപ്പം നമുക്ക് ഓക്കെ ഫിസിക്ക് വല്ലാൻ പോലെ. അപ്പം ബാക്കി എല്ലാ മൂവീസും ആക്ടറിനെ കണ്ടാണോ എഴുതുന്നത് അതോ അതിന് ശേഷമാണോ? പല രീതിയിലാണ്. ഓക്കെ. ഇപ്പം മേരിക്കുട്ടി ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. മേരിക്കുട്ടി ജയനും മണ്ണ് മാത്രമേ ഇല്ല. ഓ. അത് ആ ഒരേ ഒരു സിനിമ ഞാൻ ജയനോട് 8 സിനിമ ചെയ്തിട്ടുണ്ട്. ആ ഒരേ ഒരു സ്ക്രിപ്റ്റ് ജയൻ ആണ് നായകൻ എന്നിവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുണ്യാളൻ 2 പ്രൈവറ്റ് 2 പോലും അങ്ങനെയൊന്നുമില്ല. വേറെ പല കഥകൾ മാറി പറഞ്ഞേക്ക് വന്നിട്ടില്ല. വേറെ പല നടന്മാർ അഭിനയിക്കേണ്ട കഥകളൊക്കെയാണ്. സർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫൈനലി ഇങ്ങനെ കുറച്ചൊരു ഇതിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്തിയതിനു ശേഷം കുറച്ചുകൂടെ ടഫാണ് ഇത് കാണുമ്പോൾ ഉടനെ ജയനെ വിളിക്കും. അപ്പൊ പുള്ളി വരും, പുള്ളി പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ? നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതെങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്? ഒരു മാജിക് അല്ലേ? അങ്ങനെയല്ല. ഒരു ക്യാരക്ടർ ആർക്കും ഇപ്പൊ എനിക്ക് ആരും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ പറയാതെ എനിക്കത് ജോൺ ഡോൺ ബോസ്കോ ആരും ചെയ്ത് ശരിയാവുന്നില്ല. എങ്ങനെയും ശരിയാവുന്നില്ല. പുള്ളി മുട്ടയൊക്കെ അടിച്ചു. അത് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പുള്ളിയോട് തന്നെ ചെയ്തു എന്നുള്ളതാണ്. ഈ ഗവൺമെന്റ് മുട്ട ഞാൻ അടിക്കില്ല. പുള്ളി അപ്പുറത്ത് ഞാൻ ഷൂട്ടിക്കൊണ്ടിരിക്കുക. മുട്ട എടുത്തോണ്ട് പകുതിയൊക്കെ ഇപ്പൊ ഓക്കെ ഉണ്ട്. ഇതുപോലെ ആക്കിത്തരാം. പുള്ളി ഫുള്ളായിട്ട് അടിച്ചു. അപ്പൊ എനിക്ക് അതൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു. അയാൾക്ക് ആ രൂപത്തിലായിരിക്കും അത് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം. അതൊക്കെ കംഫർട്ട് ലെവലുണ്ട്. കംഫർട്ടബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സണ്ണി എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഒരു ഒക്ടോബർ 30 പറ്റാണ് ഞാനോട് പോയിട്ട് പറയുന്നത്. ഞാൻ ഞാനോട് പറഞ്ഞത് എന്തെന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൺവിക്ഷന്റെ പെട്ടെന്ന് പോകും. അതായത് ഒരൊറ്റയ്ക്കാണ് പെട്ടെന്ന് നമ്മൾ കോൺഫിഡൻസ് പോകും. പെട്ടെന്ന് ഇതാ ചെയ്യാം അടുത്ത ചെയ്യാം. ഒരാഴ്ച കൊണ്ട് നമ്മൾ ആ സിനിമ ചെയ്തത്. ഒരാഴ്ചക്കുള്ളിലാണ് ഞങ്ങൾ ആ സിനിമ ഷൂട്ടിങ് തുടങ്ങിയത്. അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസം കൊണ്ടും സംഭവിക്കാം. പക്ഷെ സിനിമ കളിക്കുന്നതിൽ ഞങ്ങൾ എത്ര കാലം ജയനോട് പറഞ്ഞിട്ട് ജയൻ ഇഷ്ടപ്പെടാതെ ജയൻ എന്നോട് ഇങ്ങനെ കഥ ചേർന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അത് സൗഹൃദം കൊണ്ട് സിനിമ ഉണ്ടാവില്ല. അങ്ങനെ സിനിമ ഉണ്ടാക്കാനും പാടില്ല. അത് ഇപ്പൊ സണ്ണി ഉണ്ടായെന്ന് പറഞ്ഞ് രണ്ടുപേരും അത് ചെയ്യണം തോന്നി. അതുകൊണ്ടും കൂടെ. അപ്പൊ ഈ ജയ് ഗണേഷിന്റെ സ്റ്റോറി ജയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പുള്ളിയെ വെച്ചിട്ട് അങ്ങനെ? ഇല്ല, പുള്ളിനെ പറഞ്ഞില്ല. കാര്യം പുള്ളി ഓൾറെഡി ബ്യൂട്ടിഫുൾ ചെയ്തല്ലോ. പോലും അത് ഓൾറെഡി ആയല്ലോ. ഒരാളെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിനെ ചിന്തിച്ചില്ല ഈ കഥയിൽ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് പല പ്രിഫറൻസ് ഉണ്ടായിട്ടുണ്ടാവും. അതിപ്പം വലിയ കഥയാണ്. അല്ല, ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള റീസൺ ഫസ്റ്റ് പ്രിഫറൻസ് അങ്ങനെ ഞാൻ 2012 മറ്റേ കഥ ആലോചിച്ചു. 12 വർഷമായി വർക്ക്ഔട്ട് ആവുന്ന ടൈമിലുള്ളത് ഒരാളിനെ കണ്ടിട്ടാണല്ലോ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പം നമുക്ക് ഇത്രയും നല്ല ഒരു എന്താ പറയാ മൂമെന്റ്സ് നമുക്ക് സമ്മാനിച്ച് കുറെ വിശേഷങ്ങൾ ജയ് ഗണേഷിനെ പറ്റിയും അതല്ലാതെ കുറെ മൂവീസ് ഞങ്ങൾ ആസ് എ ഓഡിയൻസ് കൂടെ ഞങ്ങൾക്കും കുറെ പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഞങ്ങൾക്ക് ഒരു പാട്ട് ക്ലീശയാണ് വി നോ ബട്ട് സ്റ്റിൽ ഞങ്ങൾക്കൊരു അമൽ ഡേവിസ് ഒരു പാട്ട് പാടും. കാരണം അമൽ ഡേവിസ് പാടുന്ന എല്ലാവരും അതുകൊണ്ട് പാടുന്നുണ്ട്. സിനിമയില് കാണുമ്പോ ഡയറക്റ്റ് അല്ല, ബട്ട് സിനിമയില് അല്ല ഞാൻ അങ്ങനെയല്ല. സിനിമയില് കാണുന്ന സമയത്ത് പുള്ളിന്റെ ചില നെഗറ്റീവ് ഒരു ഷെയ്ഡ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് തോന്നി, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നായിരുന്നു ആ സിനിമയിലെ ഹൃദയത്തിൽ. അല്ല, അത് ആ ക്യാരക്ടറിന്റെ വിജയമാണല്ലോ. അയ്യോ, അങ്ങനെയല്ല സർ. ആ ക്യാരക്ടർ കണ്ടപ്പോ നമുക്ക് പേഴ്സണലി അതിനോട് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. അത് ആ ക്യാരക്ടറിന്റെ ഒരു വിഷയം. അപ്പൊ ഒരു പാട്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. മ്യൂസിക് ഡയറക്ടറിനെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വളരെ പിന്നെ എന്താ പറയാ വിനയത്തോട് ഇവിടേക്ക് വെച്ചു. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരു ലാപ്ടോപ്പായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞ എഡിറ്റ് ചെയ്യാം. അല്ലാതെ എന്റേതല്ലാത്തൊരു ജോലിയിൽ പോയി ഞാൻ ഇവിടെ സ്പെഷ്യലി മെൻഷൻ ചെയ്ത ഒരു കാര്യമുണ്ട്. യുവർ മ്യൂസിക് സെൻസ്
മ്യൂസിക് സെൻസ് സിംഗിങ് അല്ല. സെൻസ് ഉള്ള ആളാണ് ഒരു ഗുഡ് ലിസണർ അപ്പൊ ബാത്റൂം സിംഗർ ആയിരിക്കും. ആ ബാത്റൂമിൽ അവര് പാടിക്കോളും. ഇതൊരു ബാത്റൂം അല്ലാത്തതുകൊണ്ട് ബാത്റൂമിൽ ചെയ്തത് ബാത്റൂമിൽ ചെയ്യുക, പബ്ലിക് ചെയ്തത് പാട്ട് അങ്ങനെയാണ്. നമ്മൾ ഇത്രയും സോറി സോറി സോറി. അല്ല ഈ ജയഗണേഷ് ഈ 4 ഇയേഴ്സുമായിട്ടൊരു സിനിമ വെച്ചാൽ പിന്നെ നമുക്ക് പാട്ടൊക്കെ പാടി ഒരു ജയഗണേഷ് ടോട്ടലി ഒരു സ്റ്റോറി ഓറിയന്റഡ് അങ്ങനെ മ്യൂസിക്കൽ ഫിലിം അല്ല. അപ്പൊ അങ്ങനെ പാട്ടുകളും ഈ പറഞ്ഞ ഇപ്പൊ ഇറങ്ങിയ ആരംഭമായി വന്ന പാട്ടും നേരെ എന്നുള്ള സോങ് നമുക്ക് ഈ സ്റ്റോറിയിൽ വന്ന അതില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് പാട്ട് വന്ന ട്രാക്കുകളാണ്. മ്യൂസിക്കൽ ഒരു ഫിലിമാണോ വെച്ചാൽ അറിയില്ല. അല്ലെങ്കിൽ പാടിയത് സിംഗറല്ല. ഞാനൊരു പാടാൻ നോക്കിണ്ടായത് എന്റെ പാട്ട് ശ്രമം. അതാണ് ഈ ഇന്റർവ്യൂ നല്ലൊരു വിഷയം എല്ലാവർക്കും. ഞാൻ എന്റെ മ്യൂസിക്കൽ സെൻസ് കൊണ്ട് അതിന് എനിക്കറിയാവുന്ന ചെയ്യാം. അല്ല സോറി ഞാൻ വളരെ പെട്ടെന്ന് വേണം. പുള്ളിക്ക് വാശി പോകുന്നുണ്ട്. പുള്ളി പാടില്ല, ഞാൻ വാശ പറഞ്ഞു. എന്തൊരു പാടില്ല, പാട്ട് പാടില്ല. ഞാൻ പാടാം. കീബോർഡ് ഉപയോഗിക്കുന്നതാണ് വായിച്ചു കാണിച്ചത്. നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ടോ, അതൊക്കെ വെച്ചാൽ നമുക്ക് പൂർത്തീകരിക്കാനുള്ള ആഗ്രഹം. പാടിക്കോളൂ, നിങ്ങൾ രണ്ടും കൂടെ പാടി. പാടിക്കോളൂ. ഈ പടത്തിലെ പാട്ട് അറിയോ? കേട്ടിട്ടുണ്ടോ? വേണ്ട, കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിഷ്ടം അതൊന്നും അത്രയ്ക്കുള്ള സിംഗർ ഇല്ല. മറ്റുള്ള പാട്ടുകൾ പാടും. ഞാൻ രണ്ടുപേരും പാടാം. എന്താ ഞാൻ തന്നെ ചോദിച്ചല്ലേ ഒരു പാട്ട് നിങ്ങൾ കേട്ട് സഹിച്ചിട്ട് പോയത്. ഓക്കെ, പാടാവേ. തമിഴ് പാട്ടാണ്. അതെ പറഞ്ഞു പറഞ്ഞു. ഒറ്റ പാട്ട് കുഞ്ചാപ്പൂരിൽ ഗിറ്റാർ ഓക്കെ. അപ്പൊ എല്ലാരും ക്ഷമിക്കണം, തെറ്റുകുറ്റങ്ങളൊക്കെ വരും. എന്നാലും പാടാം. സംഗീതം ക്ഷമിക്കാൻ പറ്റില്ല, കോംപ്രമൈസ്. അതുകൊണ്ട് ഞാൻ പാടാം, കൃത്യമായി പാടാം. கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்களிடம் மாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே, வலி தீர வழி என்னவோ. കമന്റ് പറയാറുണ്ടെങ്കിൽ ഇത് പാടാൻ വേണ്ടിട്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ക്യാമറ കട്ടായപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ പാടില്ല, എന്നിട്ടും ഈ നിർബന്ധവും തിരിച്ചു നിർബന്ധിപ്പിക്കലും. ഞാനൊരു ചോദ്യം ചോദിച്ചു, പിന്നെ എനിക്ക് അവിടെ നിന്ന് ഉത്തരം കിട്ടില്ല. നല്ല നല്ല പാട്ടായിരുന്നു. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷ. നല്ല ടെൻഷൻ ഉണ്ടെന്ന്, ശ്വാസമൊക്കെ പകുതി മുക്കാൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇല്ല, അറിഞ്ഞില്ല. ഞാൻ സിംഗറാണ്. അതെ, ഓക്കെ, നൈസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ സിനിമ ഇപ്പൊ 11-ാം തീയതി റിലീസിന് ഒരുങ്ങുകയാണ്. വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്രയും നല്ല ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് താങ്ക് യു സോ മച്ച്. നമ്മുടെ ജയ് ഗണേഷിന്റെ ടീമിന് ജയ് ഗണേഷ് മൂവിന്റെ ഒരു എന്താ പറയാ ഓഡിയൻസിലേക്കുള്ള ഒരു അക്സെപ്റ്റൻസ് എല്ലാം കിട്ടി, ഒരു അടിപൊളി മൂവി ആവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you.